ലോകത്തെ 150 തവണ തകർക്കാനാവശ്യമായ ആണവായുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഭീഷണി മുഴക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ഇപ്പോഴും യുഎസിനെ നിരീക്ഷിക്കുന്നു എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് ട്രംപ്. യുഎസ് പവർ ഗ്രിഡിന്റെയും ജലസംവിധാനങ്ങളുടെയും ഭാഗങ്ങളിൽ ചൈനക്കാർ നുഴഞ്ഞുകയറിയതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ എത്തുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2025 ജനുവരിയിൽ തന്റെ രണ്ടാം ടേമിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ആണവ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ട്രംപ്. മുൻപ് ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന ത്രിപക്ഷീയ ആണവ നിയന്ത്രണ ചർച്ചകൾക്ക് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. പുതിയ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി 2026 ഫെബ്രുവരിയിൽ കാലാവധി തീരുന്നതിനാൽ ട്രംപ് ഇപ്പോൾ വീണ്ടും ഡീന്യൂക്ലിയറൈസേഷൻ, അതായത് ആണവ നിരായുധീകരണം എന്ന ആശയം മുന്നോട്ട് വെക്കുകയാണ്. അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത്. രണ്ടാമത് റഷ്യയ്ക്ക്, ചൈന മൂന്നാം സ്ഥാനത്താണ്. എന്നാൽ അവർ വളരെ വേഗത്തിൽ ആണവായുധം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ 5 വർഷത്തിനുള്ളിൽ അവർ തുല്യരാകും. നാം ആണവ നിരായുധീകരണത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്നും ട്രംപ് പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഷീ ജിൻപിങ്ങുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതായും ട്രംപ് വ്യക്തമാക്കി. ലോകത്തെ 150 തവണ തകർക്കാനാവശ്യമായ ആണവായുധങ്ങൾ യുഎസിന്റെ പക്കലുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ട്രംപ്. യുഎസ് ആണവായുധ പരീക്ഷണത്തെ ന്യായീകരിച്ച ട്രംപ് ചൈനയും റഷ്യയും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നും അക്കാര്യം പുറത്തു പറയുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു. 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ട്രംപ് നടത്തിയത്. റഷ്യയെ മാത്രമല്ല ചൈനയെയും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ആഗോളതന്ത്രപരമായ നീക്കമായാണ് ഇതിനെ വിദഗ്ധർ വിലയിരുത്തിയത്. 1992 മുതൽ ആണവ സ്ഫോടന പരീക്ഷണങ്ങൾ യുഎസ് സ്വമേധയാ നിർത്തിവെച്ചിരുന്നു. ഈ സമയത്ത് റഷ്യയും ചൈനയും അവരുടെ ആണവശേഷി വികസിപ്പിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് യുഎസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചൈന അതിവേഗം തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുകയും 2030ഓടെ യുഎസിന്റെയും റഷ്യയുടെയും നിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയുടെ ആണവ ശക്തിയിലുണ്ടായ ഈ വർധന യുഎസിന്റെ ഏഷ്യ പസഫിക് മേഖലയിലെ സ്വാധീനത്തിന് വെല്ലുവിളിയാണ്. ബെയ്ജിംഗ് തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആരോപണവും ട്രംപ് ഉന്നയിച്ചു. യുഎസ് ചൈനയെയും നിരീക്ഷിക്കുന്നുണ്ട്. വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകമാണിത്, പ്രത്യേകിച്ച് ചൈനയുടെയും യുഎസിന്റെയും കാര്യത്തിൽ. ചൈനയെ ഒഴിവാക്കുന്നതിന് പകരം അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ശക്തിപ്പെടാൻ കഴിയുമെന്നും ട്രംപ് പറയുന്നു. ചൈനയുടെ ആണവായുധങ്ങൾ 600-ലധികമായെന്നും ഇതിൽ 400ഓളം ദീർഘദൂര മിസൈലുകളിൽ ഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അമേരിക്കയെ ചൈനയുടെ ഭീഷണിയായി വിശേഷിപ്പിച്ച ട്രംപ് സഹകരണത്തിനുള്ള സാധ്യത കൂടി തുറന്നിടുന്നുണ്ട്. ചൈനയ്ക്കെതിരെ വളരെ നന്നായി യുഎസ് പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെട്ടെങ്കിലും വാഷിംഗ്ടണിന് മേൽ അപൂർവ ധാതുക്കളുടെ ശക്തി ചൈനയ്ക്കുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ചൈനയുടെ ശക്തി അപൂർവ ധാതുക്കളാണ്. 25-30 വർഷമായി അവർ അത് ശേഖരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറുകൾ മുതൽ ആയുധങ്ങൾ വരെ എല്ലാത്തിനും യുഎസിന് ആ ധാതുക്കൾ ആവശ്യമാണ്. യുഎസിന് നേരെ അവർ പ്രയോഗിച്ചതും ഇതേ ശക്തി തന്നെയാണെന്നും ട്രംപ് സമ്മതിക്കുന്നുണ്ട്. റഷ്യയും ചൈനയും രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന പ്രസ്താവന ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചൈന ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നില്ല, ഞങ്ങൾ ആണവ നിരായുധീകരണത്തോട് പ്രതിജ്ഞാബദ്ധരാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. റഷ്യയെയും അമേരിക്കയെയും പോലെ തങ്ങൾക്ക് വലിയൊരു ആണവായുധ സ്റ്റോക്കില്ല. ആദ്യം അവരത് കുറയ്ക്കട്ടെ, പിന്നാലെ ഞങ്ങൾ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു മുൻപ് ചൈനയുടെ നിലപാട്. മറ്റുള്ളവർ പരീക്ഷണം തുടരുന്നതുകൊണ്ടാണ് യുഎസ് ആണവ പരീക്ഷണം പുനരാരംഭിച്ചത് എന്നാണ് ട്രംപിന്റെ ന്യായം. ഉത്തര കൊറിയയും പാകിസ്ഥാനും വരെ പരീക്ഷണം നടത്തുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ട്രംപ് പരാമർശിച്ച രാജ്യങ്ങളിൽ ഒന്നും അടുത്ത കാലത്ത് പരസ്യമായി ആണവായുധങ്ങൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുമില്ല. തന്റെ ആരോപണങ്ങൾക്ക് തെളിവുകളും അദ്ദേഹം നൽകിയിട്ടില്ല. ചൈനയുടെ ആണവശേഖരം മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ വളരുകയാണ് എന്ന ജൂണിലെ ഒരു SIPRI റിപ്പോർട്ടിൽ സൂചനയുണ്ടായിരുന്നു. 2030ഓടെ ചൈനയ്ക്ക് 1000 ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഡിസംബറിൽ പെന്റഗൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡീന്യൂക്ലിയറൈസേഷൻ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ. ഇക്കഴിഞ്ഞ ഒക്ടോബർ 30-ന് ദക്ഷിണ കൊറിയയിൽ നടന്ന 32ാമത് എപെക് യോഗത്തിൽ ഷീ ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 6 വർഷത്തിനിടെ ആദ്യമായായിരുന്നു ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ. 2019-ൽ ഒസാക്കയിൽ നടന്ന G20 ഉച്ചകോടിയുടെ ഭാഗമായാണ് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം 2 മണിക്കൂർ നീണ്ട ഈ ചർച്ചകൾ വ്യാപാരം, റെയർ എർത്ത് മിനറലുകൾ എന്നിവയെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ സമ്മിറ്റിന് തൊട്ട് മുൻപ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്
ഞാൻ റഷ്യയുമായി ആണവ നിഷ്ക്രിയവൽക്കരണത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നു, ചൈനയും ഇതിൽ ചേരുമെങ്കിൽ അത് മികച്ചതായിരിക്കും എന്നാണ്. ഈ കൂടിക്കാഴ്ച വലിയൊരു വിജയമായിരുന്നു എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ യുദ്ധവും തായ്വാൻ പ്രശ്നവും ചർച്ചയായെങ്കിലും ആണവ പരീക്ഷണങ്ങൾ വരെ ചർച്ച എത്തിയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.